നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരു രാത്രി കാലം അവിടുത്തെ കരങ്ങളിൽ, അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ചതിനായി, പരിപാലിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിതാവെ, ഈ പുതിയൊരു പ്രഭാതത്തിലേക്കും പകൽക്കാലത്തിലേക്കും ഞങ്ങളെ കൂട്ടിവരുത്തിയതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം പതിവ് പോലെ കർത്താവെ, പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ അങ്ങ് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണമായിട്ട് ഭരമേൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളിലും ഞങ്ങളുടെ ഭാരങ്ങളിലും ഞങ്ങളുടെ പ്രയാസങ്ങളിലും ഒക്കെ അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം അടിയങ്ങളോട് കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ, വിശ്വാസത്തോടുകൂടെ ആത്മീയമായ ഐക്യതയിൽ, വിശ്വാസത്തിന്റെ ഒരുമയിൽ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നദ്ധിയിലേക്ക് കടന്നു വരുവാനായിട്ട് അങ്ങ് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഇന്നത്തെ കൂട്ടായ്മ, ഇന്നത്തെ കൂടിവരവ് ഏറ്റവും അനുഗ്രഹകരമായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യത്തിലും അവിടുത്തെ കൃപകളും അവിടുത്തെ നന്മകളും അവിടുത്തെ നടത്തിപ്പുമൊക്കെ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യങ്ങളുമായിട്ട് അങ്ങയുടെ സന്നിധിയിൽ ഈ പകൽക്കാലമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, അവരെയൊക്കെ അവിടുന്ന് അറിയുന്നതിനായിട്ട് സ്തോത്രം. അവരുടെ ജീവിതത്തിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ അവിടുന്ന് അറിയുന്നതിനായിട്ട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ അവിടുന്ന് ഇടപെടുവാൻ മതിയായ ദൈവമാണല്ലോ. ഞങ്ങളോട് സംസാരിപ്പാൻ, കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളോട് ഇടപെടുവാൻ നീ ബലവാനായ നല്ലവനായ ദൈവമായിരിക്കാൽ സ്തോത്രം. ദീർഘനാളുകളായിട്ട് കർത്താവെ, ഞങ്ങള് അനുഭവിക്കുന്ന, ഞങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളുടെ മേലും പ്രതികൂലങ്ങളുടെ മേലും അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഓർക്കുന്നു. കർത്താവെ, പാട്ട് പാടുവാനും വചനം വായിക്കുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ നിന്റെ കുഞ്ഞുങ്ങളെ നിന്റെ ആത്മാവില് ബലപ്പെടുത്തണമേ. അവരുടെ ശുശ്രൂഷ ഞങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് ഏറ്റവും അനുഗ്രഹകരമായിരിക്കാൻ, സന്തോഷപ്രദമായിരിക്കാൻ, സമാധാനപ്രദമായിരിക്കാൻ ഇടയാക്കണം. സാങ്കേതികമായ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ ഇന്നത്തെ ഈ കൂട്ടായ്മ തിരുനാമത്തിന് മഹത്വത്തിനായി സമർപ്പിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അവിടുത്തെ കൃപയാലും അവിടുത്തെ സാന്നിധ്യത്താലും ഞങ്ങളെ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ നിങ്ങളെ എല്ലാവരെയും ഈ വെള്ളിയാഴ്ച ഓൺലൈൻ പ്രാർത്ഥനയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് റിജിത്താണ്. റിജിത്ത് പാട്ടുപാടിയതിനു ശേഷം 72 സങ്കീർത്തനം മിസസ് ജെസ്സി മാത്യു വായിക്കും. ഇപ്പോൾ റിജിത്തിന് പാട്ടുകൾ പാടാം. ഹലോ അച്ഛാ, കേൾക്കാമോ അച്ഛാ? കേൾക്കാം. യെസ് റിജിത്ത്, യെസ്. താങ്ക് യു അച്ഛാ, താങ്ക് യു. ആദ്യത്തെ സോങ് നമ്മളെ പ്രാർത്ഥന ഗീതങ്ങൾ സോങ് ബുക്കിൽ സോങ് നമ്പർ 25. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിൻ്റെ
താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയാൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയാൽ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു, എന്നും നടത്തിയിടും ധരയിൽ. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു, എന്നും നടത്തിയിടും ധരയിൽ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ? കരുതുന്നവൻ ഞാനല്ലയോ? കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അടുത്ത സോങ് നമ്പർ 32. തിരുകരത്താൽ വഹിച്ചു എന്നെ, തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. ആഴിയതിൻ ഓളങ്ങളാൽ അലഞ്ഞിടുമ്പോൾ നിൻ പദകിൽ എന്റെ പ്രിയൻ യേശുവുണ്ട്. ചേർത്തിടുമേ ഭവനമതിൽ എന്റെ പ്രിയൻ യേശുവുണ്ട്. ചേർത്തിടുമേ ഭവനമതിൽ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകാനൻ ദേശമത്. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകാനൻ ദേശമത്. താങ്ക് യു അച്ഛാ. Thank you. Acha, am I audible? Yes. Okay. I'm reading from the book of Psalm, chapter 72. Psalm 72. Endow the king with your justice, O God, the royal son with your righteousness. He will judge your people in righteousness, your afflicted ones with justice.
The mountains will bring prosperity to the people, the hills the fruit of righteousness. He will defend the afflicted among the people and save the children of the needy. He will crush the oppressor. He will endure as long as the sun, as long as the moon, through all generations. He will be like rain falling on mount fields, like showers watering the earth. In his days, the righteous will flourish. Prosperity will abound till the moon is no more. He will rule from sea to sea and from the river to the ends of the earth. The desert tribes will bow before him, and his enemies will lick the dust. The kings of Tarshish and of distant shores will bring tribute to him. The kings of Sheba and Seba will present him gifts. All kings will bow down to him, and all nations will serve him. For he will deliver the needy who cry out, the afflicted who have no one to help. He will, he will take pity on the weak and the needy, and save the needy from death. He will rescue them from oppression and violence, for precious is their blood in his sight. Long may he live. May gold from Sheba be given him. May people ever pray for him and bless him all day long. Let grain abound throughout the land. On the tops of the hills may it sway. Let its fruit flourish like Lebanon. Let its fruit flourish like Lebanon. Let it thrive like the grass of the field. May his name endure forever. May it continue as long as the sun. All nations will be blessed through him, and they will call him blessed. Praise be to the Lord God, the God of Israel, who alone does marvelous deeds. Praise be to his glorious name forever. May the whole earth be filled with his glory. Amen and amen. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. അല്പസമയം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം, നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കാം. ഈ പുതിയ പ്രഭാതത്തിനായിട്ട്, പുതിയ പകൽക്കാലത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രികാലം ദൈവം നമ്മെ വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കാത്ത് പരിപാലിച്ച് ഈ പുതിയ പകൽക്കാലത്തിലേക്ക് നമ്മളെ കുടുംബങ്ങളായി നടത്തിയതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ കഴിഞ്ഞ രാത്രികാലം മാത്രമല്ല, നമ്മുടെ ആയുസിന്റെ ഈ നിമിഷം വരെ ദൈവം തന്റെ കരങ്ങളിൽ നമ്മെ വഹിച്ചതിനായി, നമ്മെ പോറ്റി പുലർത്തി നമ്മളെ ദൈനംദിനം മുൻപോട്ട് നടത്തിയതിനായി, നയിച്ചതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ മധ്യത്തിലും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ കരുണയും അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകമായി നമ്മെയും നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഫലമേൽപ്പിക്കാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹകരമായ സാഹചര്യങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യാം. നമ്മുടെ മാതാപിതാക്കൾക്കായി, കുടുംബങ്ങൾക്കായി, സഹോദരങ്ങൾക്കായി, കുഞ്ഞുങ്ങൾക്കായി, പ്രിയപ്പെട്ടവർക്കായി, ബന്ധുമിത്രാദികൾക്കായി, നമ്മുടെ ജീവിത ചുറ്റുപാടുകൾക്കും സാഹചര്യങ്ങൾക്കുമായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ ആഗ്രഹിക്കുന്നതിലും അർഹിക്കുന്നതിലും അപ്പുറമായ സ്വർഗീയ നന്മകളാൽ ദൈവം നമ്മളെ നടത്തുന്നതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകമായി നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ മാതാപിതാക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
നമ്മളെ പരിപാലിക്കുവാൻ, നമ്മളെ വളർത്തുവാൻ, നമ്മുടെ വളർച്ചയിൽ, ഉയർച്ചയിൽ താങ്ങും തണലുമായിരിക്കാൻ ദൈവം നമുക്ക് നല്ല മാതാപിതാക്കളെ, സ്നേഹമുള്ള, കരുതലുള്ള മാതാപിതാക്കളെ നൽകിയതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിന്റെ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ എല്ലാ മാതാപിതാക്കന്മാരെയും സഭയിലെ എല്ലാ മുതിർന്നവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. അവർക്ക് ആരോഗ്യമുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒക്കെ അവർ അധ്വാനിച്ചു. ഈ നാളുകളിലൊക്കെ ശാരീരികമായ ബലഹീനതകളും പ്രായത്തിന്റെ ബലഹീനതകളും ഒക്കെ അനുഭവിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെയൊക്കെ ശക്തീകരിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ. ദൈവത്തിന്റെ കരങ്ങളിൽ അവരെ വഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലുള്ള എല്ലാ മാതാപിതാക്കളെയും നമുക്ക് ഓർക്കാം. ദൈവം അവരെ എല്ലാം ബലപ്പെടുത്തുന്നല്ലോ ഈ നാളുകളിൽ. തുടർന്നും അവിടുത്തെ കൃപയിൽ ദൈവം സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. തങ്കമ്മ കോശിയാന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. KC ചെറിയാൻ അങ്കിളിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓമന ആന്റിയെ നമുക്ക് ഓർക്കാം. ആന്റി നാളുകളായി ഭവനത്തിലാണ്. ആന്റിയുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സാലി അലക്സ് ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. ആന്റിയും ദീർഘനാളുകളായിട്ടൊക്കെ ഭവനത്തിലാണല്ലോ. ആന്റിയുടെ സൗഖ്യത്തിനായും സുഖത്തിനായിട്ടും പ്രാർത്ഥിക്കാം. ബാംഗ്ലൂരിലെ മകനോടൊപ്പമായിരിക്കുന്ന തോമസ് ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കും. മേരി ജോൺ ആന്റിയെ ഓർക്കാം, നാട്ടിലായിരിക്കുന്നല്ലോ. സാറാമ്മ കുര്യൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജെസി തോമസ് ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. തിരികെ മലേഷ്യക്ക് മകളോടൊപ്പം തിരികെ പോയിരിക്കുന്നു. പ്രിയ ആന്റിയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. തങ്കം എഡ്വിൻ ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. മെർലി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയില് വിധവകളായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആന്റിമാരെ എല്ലാം നമുക്ക് ഓർക്കാം. അന്നമ്മ ഉമ്മൻ ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. അന്നമ്മ ജോൺ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സുഷാമാണി ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അന്നമ്മ കോശി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രമണി വർഗീസ് ആന്റിയെ ഓർക്കാം. രത്ന ജോസഫ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പുഷ്പ ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. മറിയം ജേക്കബ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മോളി ജോർജ് ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അമ്മിണി ജോർജ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മേരി ജേക്കബ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറിയാമ്മ എബ്രഹാം ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം ഈ പ്രിയപ്പെട്ടവരൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഏകാന്തതയിലും പങ്കാളികളെ ഒക്കെ നഷ്ടപ്പെട്ട് അവരുടെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള യാത്രയിലും ദൈവം നടത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥനയിൽ ഓർക്കാം. ജേക്കബ് വർഗീസ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. CS ജോസഫ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെയും കർത്താവിന്റെ കൃപയിൽ മുൻപോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാ ഫാമിലീസിനെ ഓർക്കാം. പ്രത്യേകിച്ച് CA ജേക്കബ് അങ്കിളിനെയും അന്നമ്മ ആന്റിയെയും ഓർത്ത് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് അങ്കിളിന്റെ
സൗഖ്യത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നടത്തുന്നു, ദൈവം സൂക്ഷിക്കുന്നു. അതിനായിട്ട് സ്തോത്രം ചെയ്യാം. ലില്ലി ആന്റിയെയും കുരുവിള അങ്കിളിനെയും ഓർത്ത്, കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെയും കുടുംബമായിട്ട് നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യും. ഡോക്ടർ സുശീൽ ആന്റിയെയും രഞ്ജിത്ത് അങ്കിളിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സുശീൽ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. എന്നാൽ കർത്താവ് കൂടുതലായിട്ട് ബലം നൽകി ശക്തീകരിക്കണമേ, കുടുംബമായിട്ട് അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ചാച്ചമ്മ ആന്റിയെയും ഫിലിപ്പ് അങ്കിളിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രായത്തിൻ്റെതായിട്ടുള്ള അസ്വസ്ഥതകളും ശാരീരികമായ ബലഹീനതകളും ഒക്കെ ഇരുവർക്കുമുണ്ട്. കർത്താവ് അവർക്കും വേണ്ട ആരോഗ്യവും ബലവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ലിസി ആന്റിയെയും ഷമേലൂട്ടെ അങ്കിളിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദീർഘനാളുകളായിട്ട് അവർ ഇരുവരും ഭവനത്തിലാണ്. രണ്ടുപേർക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കർത്താവ് അവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ലിസി ആന്റിയെയും എസി എബ്രഹാം അങ്കിളിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഉഷ ആന്റിയെയും ബ്രിഗേഡർ അങ്കിളിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ബ്രിഗേഡർ അങ്കിളിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്കിളിനും പലവിധമായ ശാരീരികമായ ബലഹീനതകളുണ്ട്. പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രിയപ്പെട്ട അങ്കിളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലില്ലി ആന്റിയെയും ബാബു അങ്കിളിനെയും ഓർക്കാം. രണ്ടുപേരും കണ്ണോപ്പറേഷനൊക്കെ കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്നു. ദൈവം അവർക്ക് ഇരുവർക്കും ആവശ്യമായ ആരോഗ്യവും ബലവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. നാട്ടിലായിരിക്കുന്ന രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കും. കണ്ണിന്റെ കാഴ്ചക്ക് പ്രയാസമുള്ള ആലീസ് തോമസ് ആന്റിയെ ഓർക്കാം. ആശുപത്രിയിൽ നിന്നൊക്കെ ഭവനത്തിൽ കടന്നു വിശ്രമിക്കുന്ന സൂസൻ ഐസക് ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട ദാസിക്ക് വേണ്ട പൂർണ്ണമായ സൗഖ്യവും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭാംഗമായിരിക്കുന്ന ഡയാനയുടെ പിതാവ് നാട്ടില് കാലിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്നു. കാലൊക്കെ വളരെ വേഗം സുഖം പ്രാപിപ്പാനായിട്ട് ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ബിജു തോമസിന്റെയും ആൻസി എബ്രഹാമിന്റെയും മാതാവ് അമ്മിണിയാൻ ഉമ്മച്ചി നാട്ടില് സ്ട്രോക്ക് ഒക്കെ വന്ന് ചികിത്സയിലൊക്കെയാണ്. പ്രിയപ്പെട്ട ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. റെജി ജോസഫ് ആന്റി കാലിനൊരു ചെറിയ ഫ്രാക്ചർ ആയിട്ട് ഭവനത്തിൽ വിശ്രമിക്കുന്നു. പ്രിയപ്പെട്ട റെജി ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഷിബുചായനെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജെപി അങ്കിളിനെ പ്രാർത്ഥനയിൽ ഓർക്കാം. പനിയുടെ പ്രയാസങ്ങളാലൊക്കെ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞായറാഴ്ചത്തെ ശുശ്രൂഷകളും കാര്യങ്ങളും ഒക്കെ നിർവഹിക്കണം. പ്രിയപ്പെട്ട ദാസിക്ക് വേണ്ട ആരോഗ്യവും ബലവും സൗഖ്യവും ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. മറ്റ് പലവിധമായ ശാരീരികമായ ബുദ്ധിമുട്ടുകളാല് പ്രയാസങ്ങളാല് ഭാരപ്പെടുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും, നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. വിശേഷിച്ച് ആരെങ്കിലും വിട്ടുപോയെങ്കിൽ, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുടെ പേരുകളോ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നമ്മൾ പതിവായി ഓർക്കുന്നവരുടെ പേരുകൾ വിട്ടുപോയെങ്കിൽ അവരെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. നമ്മളിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അവയെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അലട്ടുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും ദൈവം നമുക്ക് പരിപൂർണമായ ആശ്വാസം, ബലം, സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മരുന്ന് മാത്രമല്ല, വൈദ്യശാസ്ത്രം മാത്രമല്ല, നമ്മുടെ വിശ്വാസവും ദൈവത്തിലുള്ള സമർപ്പണവും ദൈവകൃപയും
നമ്മളെ പൂർണ്ണമായ സൗഖ്യത്തിലേക്കും വിടുതലിലേക്കും നയിക്കുമല്ലോ. അതുകൊണ്ട് നമ്മളെ അലട്ടുന്ന എല്ലാ ജീവിത പ്രയാസങ്ങളും ദൈവം നമുക്ക് സൗഖ്യം നൽകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങള് പലരും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ താല്പര്യവും ബുദ്ധിയും ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ. നമ്മുടെ സഭയിൽ ഈ വർഷം 2 കുഞ്ഞുങ്ങളാണ് 10ാം ക്ലാസ്സിന് പരീക്ഷ എഴുതുന്നത്, ആൽബിനും ഷാരനും. ആ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. നന്നായി പരീക്ഷ എഴുതി നല്ല വിജയം നേടി പുതിയ ക്ലാസ്സിൽ പ്രവേശിപ്പാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. 11ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ പ്രത്യേകം ഓർക്കാം. ഗ്രേസ്, ജോനത്തൻ, അമിത്, സിൽവിയ, 4 കുഞ്ഞുങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കാം. 11ന്റെ പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതി 12th ക്ലാസ്സിന്റെ പഠനമൊക്കെ തുടരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. PG ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല സിറ്റികളിലും ഒക്കെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ദൈവം അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠനത്തിനായിട്ടും ജോലിക്കായിട്ടും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും വിദേശങ്ങളിലും ഒക്കെ ഉണ്ടല്ലോ. അവരെ എല്ലാം നമുക്ക് ഓർക്കാം. അവരെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അവരെ കാക്കണമേ, പരിപാലിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജോലിയൊക്കെ കഴിഞ്ഞ്, പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുന്ന, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് പ്രത്യേകം ഓർക്കാം. വിവാഹ പ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെ വിവാഹങ്ങൾക്കായിട്ട് ഒരുക്കേണ്ടതിന് വിശ്വാസത്തിലും എല്ലാ അർത്ഥത്തിലും ഒരുക്കുവാനും അതിനുവേണ്ടി ഒരുങ്ങുന്നവർക്ക് തക്കതായ ജീവിത പങ്കാളികളെ കണ്ടെത്തുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ആൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ദൈവം അവരെ ആശ്വസിപ്പിക്കണമേ, അവരെ ശക്തീകരിക്കണമേ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ പ്രയാസങ്ങൾ ഓർത്ത് നിരാശപ്പെട്ടു പോകാതെ ധൈര്യപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് അവരുടെ ചുറ്റുപാടുകളുടെ വാക്കുകളെയോ ചുറ്റുപാടുകളിൽ കേൾക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ആശങ്കപ്പെടാതെ, ദൈവമറിയാതെ തങ്ങളുടെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ജോലിയില്ലാത്ത നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ IT മേഖലയും മാർക്കറ്റിംഗ് മേഖലയും ഒക്കെ വലിയ ക്രൈസിസുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, ജോലി മാറാനായിട്ട് ശ്രമിക്കുന്നവർ, ജോലി ലഭിക്കാനായിട്ട്, അപ്പോയിന്റ്മെന്റ് ലെറ്റർ ലഭിക്കാനായിട്ടൊക്കെ വൈകുന്നവർ, അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ അറിവിൽപ്പെട്ടവരുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെ പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമ്മുടെയൊക്കെ ചിന്തയിൽ വൈകിയാലും താമസിച്ചാലും ദൈവം നമുക്ക് അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കും. കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ബലപ്പെടുത്തണമേ. അവർക്ക് അവരുടെ എക്സ്പീരിയൻസിനൊത്ത, അവരുടെ വർക്ക് പ്രൊഫൈലിനൊത്ത നല്ല ജോലികൾ ലഭിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്ക് തലമുറകളെ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരുണ്ട്. ദൈവം അവർക്കൊക്കെ തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമാണ് തലമുറകളെ നൽകുന്നത്. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ ആഗ്രഹങ്ങളെ മാനിച്ച് അവർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
പലതരത്തിലുള്ള ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർജറികളൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, പല രോഗങ്ങൾക്കും ചികിത്സിക്കുന്നവർ, എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ പൂർണ്ണമായ സൗഖ്യവും ആശ്വാസവും നൽകണമേ. ദൈവകൃപയിൽ അവരെ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കപ്പിൾസിനെ എല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുടുംബങ്ങളായിട്ട് പാർക്കുമ്പോൾ ദൈവം അവരെ നടത്തണമേ, അവരെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൊന്നും തളർന്നു പോകാതെ ധൈര്യത്തോടെ ദൈവകൃപയോടെ അവർ മുൻപോട്ട് ജീവിപ്പാൻ ഇടയാക്കണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അവരുടെ ജോലി കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ പരിപാലനം, അവരുടെ കമ്മിറ്റ്മെന്റ്സ് എല്ലാം നന്നായി നിർവഹിപ്പാൻ നമ്മുടെ കപ്പിൾസിനെ എല്ലാം ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ജോലി സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ക്രൈസിസുകളോ പ്രയാസങ്ങളോ ഒക്കെ നേരിടുന്നവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനെയൊക്കെ അതിജീവിപ്പാനുള്ള കൃപ, ശക്തി അവർക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ ആത്മീയ സംഘടനകളെയും ശുശ്രൂഷകളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ലേറ്റി ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം, യൂത്ത് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം, യങ് കപ്പിൾസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം, വിമൻസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച വിമൻസ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വിമൻ സൺഡേ ആരാധനയെയും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അതൊക്കെ അനുഗ്രഹകരമായി നടത്തപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സാറ്റലൈറ്റ് വർഷിപ്പിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയുള്ള കുടുംബങ്ങൾ, അവിടുത്തെ ശുശ്രൂഷകൾ, അതൊക്കെ വരും കാലങ്ങളിൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പാസ്റ്ററേറ്റ് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയുടെ ശുശ്രൂഷകൾ, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വിശ്വാസത്തിൽ ഏകോപിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാൻ ചർച്ച് കമ്മിറ്റിയെ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഒരു പുതിയ സ്ഥലമൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ നടത്തിപ്പ് ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കും. സഭയുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഈ നോമ്പ് നാളുകളിൽ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം അനുഗ്രഹപ്രദമായിരിക്കാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. CSI സഭയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാ ഡയോസിസുകൾക്ക് വേണ്ടിയിട്ടും സിനഡിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ബിഷപ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പട്ടത്ത സമൂഹത്തെ ഓർക്കാം. സിസ്റ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. സുവിശേഷകരെ ഓർക്കാം. സന്നദ്ധ പ്രവർത്തകരെ ഓർക്കാം. സഭയുടെ നേതൃത്വം നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ മിഷൻ ഫീൽഡുകളെല്ലാം നമുക്ക് ഓർക്കാം. വടക്കേ ഇന്ത്യയിലും മറ്റു പല സ്ഥലങ്ങളിലും പ്രതികൂലങ്ങളുടെ ഒക്കെ മധ്യത്തിൽ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന മിഷണറിമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ദൈവം അവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രാജ്യത്തിന്റെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭരണ സംവിധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നീതിന്യായ വ്യവസ്ഥിതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്ത് കഷ്ടപ്പെടുന്ന, പാർപ്പിടമില്ലാത്ത, ഭക്ഷണമില്ലാത്ത, അടിസ്ഥാന ജീവിത സൗകര്യങ്ങളില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളൊക്കെ ഒരുമിച്ച് കഷ്ടതയിലായിരിക്കുന്ന ജനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച്
കമ്മ്യൂണൽ വയലൻസ്, റിലീജിയസ് പെർസിക്യൂഷൻസ്, അങ്ങനെയൊക്കെ നേരിടുന്ന എല്ലാ ജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കും. ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ മിഡിൽ ഈസ്റ്റിലുള്ള യുദ്ധസമാനമായ സാഹചര്യങ്ങൾ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ആശങ്കകൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള നമ്മുടെ പ്രിയ സഹോദരങ്ങൾ, അവരുടെ എല്ലാം സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ യുദ്ധവും സംഘർഷവും ഒക്കെ വളരെ വേഗം അവസാനിക്കുവാനും ലോകത്തിലെ ശാശ്വതമായ സമാധാനം സ്ഥാപിക്കപ്പെടുവാനും ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സമ്പത്തിനു വേണ്ടി, അധികാരത്തിനു വേണ്ടിയൊക്കെ നടത്തപ്പെടുന്ന യുദ്ധങ്ങൾ, സംഘർഷങ്ങൾ, അതിലൊക്കെ നഷ്ടമാകുന്ന നിരപരാധികളായ ഒരുപാട് ജീവിതങ്ങൾ, മനുഷ്യരൊക്കെ മാറി ചിന്തിക്കുവാൻ, സമാധാനത്തിന്റെ കർത്താവ് പറഞ്ഞതുപോലെ സമാധാനം ഉണ്ടാക്കുന്നവരായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ലോക സമാധാനത്തിനു വേണ്ടി രാജ്യങ്ങളും സമൂഹങ്ങളും തമ്മിലുള്ള അനുരഞ്ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സമാധാന സംഘടനകളെയും നമുക്ക് ഓർക്കാം. വളരെ വേഗം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ഒക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ രോഗാവസ്ഥയാകാം, നമ്മളെ അലട്ടുന്ന മറ്റ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാകാം, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ആവലാതികളാകാം, ഒരുപക്ഷെ കുടുംബജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളാകാം, സഹോദരങ്ങൾ തമ്മിലുള്ള പ്രയാസങ്ങളാകാം. എന്ത് തന്നെ ആയിരുന്നാലും ഈ പകൽക്കാലം നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഒരു നിമിഷം വിശ്വാസത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രയാസങ്ങൾക്കൊക്കെ വിടുതലുണ്ട്. നമുക്കൊക്കെ ഒരു വീണ്ടെടുപ്പുണ്ട്. അവൻ നമ്മളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. അവൻ നമ്മെ കരം പിടിച്ച് മുൻപോട്ട് നടത്തുന്ന, നയിക്കുന്ന നല്ല ദൈവമാണ്. ആ ഒരു വിശ്വാസത്തോടെ, ക്രിസ്തുവിലുള്ള ഏറിയ പ്രത്യാശയോടുകൂടെ നമ്മുടെ എല്ലാ ഭാരങ്ങളെയും, നമ്മുടെ പ്രയാസങ്ങളെയും, നമ്മുടെ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. എന്തു തന്നെ ആയിരുന്നാലും, ഇല്ലാത്തവരുണ്ട്, വാഹനങ്ങളില്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായ ആവശ്യങ്ങളുള്ളവരുണ്ട്, കടഭാരങ്ങളുള്ളവരുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും കർത്താവ് നമ്മെ അറിയുന്നു, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നു. അതുകൊണ്ട് ഈ പകൽക്കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക്, ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമ്പൂർണമായിട്ട് ഭരമേൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ വിടുതൽ, കർത്താവിന്റെ രക്ഷ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അനുഭവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മിഥുൻ കോശി നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ
ക്രൂശിന്മേൽ പലയിടത്തായിരുന്ന ഞങ്ങൾക്ക് ഈ സൂം മീറ്റിങ്ങിലൂടെ ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ കടന്നു വരുവാൻ ഒരുക്കി തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു അപ്പാ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരാവുന്ന ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ചതിനായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു അപ്പാ. അനേകായിരങ്ങൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ രോഗത്താലും ഭാരത്താലും പ്രയാസപ്പെട്ട ഒരു സമയമുണ്ടായപ്പോഴും അടിയങ്ങളെ നിന്റെ കരങ്ങളിൽ കാത്തു പാലിച്ചതിനെ സ്തോത്രം ചെയ്യുന്നു അപ്പാ. തുടർന്നുള്ള ഓരോ ദിവസവും ഞങ്ങൾ അങ്ങേ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണപ്പാ. അപ്പാ, ഞങ്ങൾ അല്പസമയം ഞങ്ങൾ അങ്ങേ ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നപ്പാ. അങ്ങ് തന്ന ദാനമാണപ്പാ ഞങ്ങളുടെ ജീവിതം. യാതൊന്നും ഞങ്ങളുടെ സ്വന്തമല്ല. ഞങ്ങൾക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ലപ്പാ. ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ സൗന്ദര്യം, വിദ്യാഭ്യാസം, ഞങ്ങളുടെ സ്ഥാനം, മാനം എല്ലാം യേശുപ്പച്ചന്റെ കൃപ കൊണ്ട് മാത്രം ലഭിച്ചതാണപ്പാ. ഇത് മറന്ന് പലപ്പോഴും ഞങ്ങൾ ജീവിക്കുന്നു. അപ്പൊ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ, ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പാപങ്ങൾ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾക്കെല്ലാം വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ യേശുപ്പച്ചൻ ക്രൂശിൽ അനുഭവിച്ച വേദന അപ്പാ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലൊരു കാര്യങ്ങൾ ചെയ്ത് സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങൾ അല്പസമയം ഞങ്ങളുടെ ചർച്ചിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണപ്പാ. മറ്റു പല സഭകൾക്കും 2-3 ദേവാലയം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ആരാധിക്കുവാൻ ഒരു ദേവാലയം ഇല്ലായിരുന്നപ്പാ. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റി ഞങ്ങൾക്ക് മനോഹരമായ ഒരു ദേവാലയം യാപ്രാൽ ദേശത്ത് ഒരുക്കി തന്നതിനെ സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടെ കടന്നു വരുവാനും പലയിടത്തായിരുന്നു ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കുവാനും ഒക്കെ ആ ദേവാലയം ഒരുക്കി തന്നതിനെ സ്തോത്രം ചെയ്യുന്നു അപ്പാ. സഭയിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ പേരുപേരായി ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ സഭയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്റെ മകനെ അയച്ചു തന്നതിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകന്റെ ഓരോ പ്രവർത്തനങ്ങൾ, ഈ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ വേലയും ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നപ്പാ. നിന്റെ മകന് കൊടുത്ത താലന്തുകളെല്ലാം ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നപ്പാ. തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം അച്ഛൻ്റെ ആ ഒരു ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ അനുഗ്രഹത്തിനായി തീരുവാൻ തക്കവണ്ണം നിന്റെ മകനെ ശക്തീകരിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ സുഖമില്ലാതെ ഭവനത്തിലായിരുന്നപ്പാ, പൂർണ്ണ വിടുതൽ കൊടുക്കണമേ. അടുത്ത ഞായറാഴ്ച കടന്നു വരുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ കടന്നു വരുവാൻ തക്കവണ്ണം അച്ഛനെ ഒരുക്കണമേ. കൊച്ചമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. നിന്റെ മകളും സുഖമില്ലാതെ ഭവനത്തിലായിരിക്കുന്നപ്പാ. എത്രയും പെട്ടെന്ന് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമപ്പാ. പ്രത്യേകിച്ച് അടുത്ത ഞായറാഴ്ച വുമൻസ് സൺഡേ ആയിട്ട് വുമൻസ് സൺഡേ ആയിട്ട് ഞങ്ങൾ നടത്തുകയാണല്ലോപ്പാ. അതിന് നിന്റെ മകളുടെ നേതൃത്വം ഞങ്ങൾക്ക് ആവശ്യമാണല്ലോ അപ്പാ. പൂർണ്ണ വിടുതൽ കൊടുത്ത് ഞായറാഴ്ച കടന്നു വരുവാൻ തക്കവണ്ണം നിന്റെ മകളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനത്ത് അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ വിദ്യാഭ്യാസത്തിൽ കൂടെ ഉണ്ടായിരിക്കണമേ അപ്പാ. ക്ലാസ്സിൽ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണപ്പാ. പരീക്ഷയിലൊക്കെ കൂടെ ഉണ്ടായിരിക്കണമേ. പരീക്ഷ എഴുതിയ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല മാർക്കുകളൊക്കെ കൊടുത്ത് അവനെ അനുഗ്രഹിക്കണമപ്പാ. കാത്തുവരെ വിളിക്കണം അപ്പൊ ഞങ്ങളുടെ സഭയിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ പേരുപേരായി ഓർത്ത് പ്രാർത്ഥിക്കുകയാണപ്പാ. എല്ലാവരെയും അനുഗ്രഹിക്കണമേപ്പാ. ഞങ്ങളുടെ സഭയിലായിരിക്കുന്ന എല്ലാ സംഘടനകളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. ഓരോ സംഘടനയും ഞങ്ങളുടെ സഭയുടെ ശക്തിക്ക് ഒരു മുഖാന്തരമായി തീരുവാൻ തക്കവണ്ണം ആ സംഘടനകളെല്ലാം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങള് ദൈവവചനം പഠിക്കുവാനും ദൈവത്തെ അറിയുവാനും പാട്ടുകൾ പഠിക്കുവാനും ഒക്കെ ഇങ്ങനൊരു അവസരം ഞങ്ങളുടെ സൺഡേ സ്കൂളിലൂടെ ഒരുക്കി തന്നതിനെ ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നപ്പാ. അനേകം കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള അവസരങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അതുപോലൊരു അവസരങ്ങൾ ലഭിച്ച് ഒരു ദൈവത്തെ അറിഞ്ഞ് നല്ല പൈതങ്ങളായിട്ട് വളർന്നു വരുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളെ ഒരുക്കണമേപ്പാ. പഠിപ്പിക്കുന്ന അധ്യാപകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. അവർ ചെയ്യുന്ന ശുശ്രൂഷ ഏറ്റവും
ഏറ്റവും ഏറ്റവും വലിയൊരു ശുശ്രൂഷയാണെന്നുള്ളൊരു ബോധ്യത്തോടുകൂടി തന്നെ അത് ചെയ്യുവാൻ തക്കവണ്ണം അവരെയും സഹായിക്കണമേ അപ്പ, കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ കൊയറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ, ഞങ്ങളുടെ സഭയുടെ ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഏറ്റവും മുഖ്യമായ ഘടകമാണല്ലോ അപ്പ ഞങ്ങളുടെ കൊയർ. അവരുടെ പാട്ടുകൾ, അവരുടെ പ്രതിവാക്യം ഒക്കെ ഞങ്ങളുടെ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടിയായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണം അപ്പ. കൊയറിലൊക്കെ കറക്റ്റ് സമയത്ത് വന്ന് പാട്ടുകൾ പാടുവാനും ആരാധനയിൽ പങ്കെടുക്കുവാനും ഒക്കെ കൊയറിലെ ഓരോ മെമ്പേഴ്സിനെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. അതിന് നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. അവരുടെ നേതൃത്വം ആ കൊയറിന്റെ അനുഗ്രഹത്തിനായി തീരുവാൻ തക്കവണ്ണം അവരെ ഓരോരുത്തരും ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങളുടെ വുമൻസ് ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സഭയുടെ ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു സംഘടനയാണല്ലോ. അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ആയി തീരുവാൻ തക്കവണ്ണം അവരെ ഒരുക്കിയിട്ടുണ്ടല്ലോ അപ്പ. അവർ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾ സ്തോത്രം ചെയ്യണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ വുമൺ സൺഡേ അടുത്ത ഞായറാഴ്ച വരുന്നപ്പ ഓരോരുത്തരും പല പല കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റിട്ടുണ്ടപ്പ. ഏറ്റവും ഭംഗിയായി തക്കവണ്ണം അത് ചെയ്യുവാൻ തക്കവണ്ണം അവരെ ഓരോരുത്തരും സഹായിക്കണം. യാതൊരു വിധ തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നും വരാതെ വണ്ണം അടുത്ത ഞായറാഴ്ചത്തെ ആരാധന അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണപ്പ. നേതൃത്വം നൽകുന്ന കൊച്ചമ്മ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണമ്മ. പൂർണ്ണ ശക്തി കൊടുത്ത് പൂർണ്ണ വിടുതൽ കൊടുത്ത് കടന്നു വരുവാൻ തക്കവണ്ണം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഞങ്ങളുടെ യൂത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങളുടെ യുവജനങ്ങള് സഭയിൽ കടന്നു വരുവാൻ തക്കവണ്ണം അവരെയൊക്കെ ഒരുക്കണമേ അപ്പ. പലപ്പോഴും ഞായറാഴ്ച ഒരു ദിവസം ദേവാലയത്തിന് യേശുവിന് വേണ്ടി കൊടുക്കേണ്ട ദിവസമാണെന്നുള്ളൊരു ബോധ്യം അവർക്ക് കൊടുക്കണം അപ്പ. മറ്റു പല തിരക്കുകളും മാറ്റിവെച്ച് ഞായറാഴ്ച ഒരു ദിവസം അത് ദൈവത്തിനുള്ളതാണെന്നുള്ള ഒരു ചിന്തയോടുകൂടി ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ യുവജനങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കണം അപ്പ. അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ കൂടെ ഉണ്ടായിരിക്കണം അപ്പ. അവര് ഈ സഭയെ നയിക്കേണ്ടവരാണല്ലോ അപ്പ. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം എൻ്റെ യേശുവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ യങ് കപ്പിൾസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ. കുടുംബമായിട്ട് വന്ന ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം അവരെ ഒരുക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നപ്പ. അവരുടെ പ്രവർത്തനം സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അവരെ ഒരുക്കണമേ. ഞങ്ങളുടെ ലേറ്റ് ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. 50 വയസ്സ് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഫെലോഷിപ്പ് രൂപീകരിക്കാൻ തക്കവണ്ണം ഒരിക്കലും സ്തോത്രം ചെയ്യുന്നപ്പ. പല പല കാര്യങ്ങൾ അവർ ചെയ്യുന്നപ്പ. ഇനി ചെയ്യാനുണ്ടപ്പ. എല്ലാത്തിലും മേൽ അങ്ങയുടെ കൃപ ഉണ്ടായിരിക്കണമേ. അവരെല്ലാം അനുഗ്രഹിക്കണമപ്പ. അവരായിരിക്കുന്ന സ്ഥാനത്ത് അവരോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കപ്പ. ഞങ്ങളുടെ കമ്മിറ്റി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഭയുടെ ഓരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നപ്പ. തുടർന്ന് സഭയുടെ എല്ലാ വികസനത്തിനും എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് ചെയ്യുവാൻ തക്കവണ്ണം അവരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണപ്പം. പ്രത്യേകിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റന്റ് ലാൻഡ് വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നപ്പ. പല പല തടസ്സങ്ങളുണ്ടപ്പ. സാമ്പത്തികം വേണമപ്പ. എല്ലാം കറക്റ്റ് സമയത്ത് അത് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഒരുക്കണമേ. ഞങ്ങൾക്ക് ഹിതമാണെങ്കിൽ ആ സ്ഥലം ഞങ്ങൾക്ക് മേടിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കണപ്പാ. ഞങ്ങളുടെ സഭയിൽ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണപ്പാ. പ്രത്യേകിച്ച് ഞങ്ങൾ ക്യാൻസറിന്റെ രോഗത്താൽ ഭാരപ്പെടുന്ന ജെബി അങ്കിളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുശീല ആൻറ്റി ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. അവരുടെ രോഗമൊക്കെ എത്രയും പെട്ടെന്ന് സൗഖ്യമാക്കി കൊടുക്കണമേപ്പാ. ആശുപത്രിയിൽ ഇങ്ങനെ പോകുവാൻ ഇടവരുത്താതെ എത്രയും പെട്ടെന്ന് പൂർണ്ണ സൗഖ്യം കൊടുത്ത് പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ദേവാലയത്തിലൊക്കെ കടന്നു വരുവാൻ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കുവാൻ തക്കവണ്ണം അവരെ ഒരുക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണപ്പാ. ശിബിച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡയാലിസിസ് ഒക്കെ നടക്കുന്നപ്പാ. എത്രയും പെട്ടെന്ന് എല്ലാം നോർമലായിട്ട് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ തക്കവണ്ണം ശിബിച്ചാനെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. അവരെന്ത് രോഗത്താലാണെങ്കിലും ആ രോഗമെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി പൂർണ്ണ വിടുതൽ കൊടുത്ത് തിരിച്ച് ഭവനത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും കിടപ്പ് രോഗികളായിരിക്കുന്നുവെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. അവർക്ക് ആരോഗ്യം ബലവും കൊടുക്കണം. അവർക്ക് തനിച്ച് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. മറ്റുള്ളവരുടെ സഹായത്തോടെ ആണ് അപ്പ അവർ ജീവിക്കുന്നത്. അവർ ജീവിക്കുന്നിടത്തോളം കാലം ആരോഗ്യത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം യാതൊരുവിധ വേദനയോ പ്രയാസമോ ഉണ്ടാകാതെ വണ്ണം ജീവിക്കുവാൻ തക്കവണ്ണം അവരെ എല്ലാം സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണപ്പ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വാർദ്ധക്യത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. അവര് ദേവാലയത്തിലൊക്കെ കടന്നു വരുന്നവരുണ്ട്, വരാത്തവരുണ്ടപ്പ. അവർക്ക് ബലവും ആരോഗ്യവും ആയുസ്സും കൊടുത്തവരെ അനുഗ്രഹിക്കണമപ്പ. പ്രത്യേകിച്ച് തങ്കമ്മ ആൻറ്റി ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. KC ചെറിയാനങ്കലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന. ഓമന ആൻറ്റി, സാലി ആൻറ്റി ഓർത്ത് പ്രാർത്ഥിക്കുന്ന.
അതുപോലെ ജേക്കബ് അങ്കിളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമൂലൂട്ടി അങ്കിളിനെയും ലിസിയാൻറ്റി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രഞ്ജിത്ത് അങ്കിളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആയുസ്സും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണം. പേര് ആരുടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. പ്രത്യേകിച്ച് ഒരു എക്സാമിന്റെ ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ ആണല്ലോ ഇപ്പൊ കടന്നു പോകുന്നതപ്പാ. എക്സാം നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്, കഴിഞ്ഞവരുണ്ട്, ഇനി എഴുതാൻ പോകുന്നവരുണ്ടപ്പാ. എല്ലാ കുഞ്ഞുങ്ങൾക്കും പഠിക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേപ്പാ. നല്ല മാർക്കോടുകൂടികൾക്ക് വിജയിക്കാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളെ ഒരുക്കണമേ. അവർക്ക് പഠിക്കാനുള്ള താല്പര്യങ്ങളെ കൊടുക്കണമേപ്പാ. പ്രത്യേകിച്ച് 10th എക്സാം ഒക്കെ ആണ് നടക്കാൻ പോവാണപ്പാ. അതിന് 10th എക്സാം എഴുതുന്ന ആൽബിനെ ഷാരാനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. അവർക്ക് എല്ലാം കറക്റ്റ് സമയത്ത് പഠിച്ച് തീർന്ന് പരീക്ഷ അറ്റൻഡ് ചെയ്ത് നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ തക്കവണ്ണം ഈ കുഞ്ഞുങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. 12th എക്സാം എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമപ്പാ. നല്ല മാർക്കോടുകൂടി അവരെയും വിജയിച്ച് നല്ലൊരു തുടർന്നുള്ള നല്ലൊരു വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം അവരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഈ ഫാസ്റ്റിംഗ് പ്രയറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. വെള്ളിയാഴ്ച ഞങ്ങൾക്ക് പലയിടത്തായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് ഇതിൽ കടന്നു വരുവാനും അല്പസമയം ഞങ്ങളുടെ പ്രയാസങ്ങൾ, ഞങ്ങളുടെ വേദനകൾ ഒക്കെ ദൈവത്തോട് ഏറ്റു പറയാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിനെ സ്തോത്രം ചെയ്യുന്നപ്പാ. അതിന് നേതൃത്വം നൽകുന്ന അച്ഛനെ ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. എൻ്റെ മകൻ്റെ ശുശ്രൂഷ എല്ലാം മാനിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ സാറ്റലൈറ്റ് വർഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. മാസത്തിൽ ഒരിക്കലും അവിടെ ആരാധന നടക്കുന്നു. അത് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണപ്പാ. ഞങ്ങളുടെ 7 ഏരിയ പ്രയറിനെ ഓർത്ത് പ്രാർത്ഥിക്കണപ്പാ. ഓരോ ഏരിയ പ്രയറും ദേശത്തിനൊരു അനുഗ്രഹപ്രദമായി തീരണമേ അപ്പാ. അതേ ആ ദേശത്തിൽ ആ ഏരിയയിലുള്ള എല്ലാ ഭവനങ്ങൾക്കും ആ ദേശപരം ആ ഒരു പ്രയർ ഒരു അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം ആ പ്രയറിനെ എല്ലാം ഒരുക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണപ്പാ. ഞങ്ങളുടെ അനാഥരായ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടത് എന്താന്ന് തക്ക സമയത്ത് അവർക്ക് ലഭിക്കുവാൻ തക്കവണ്ണം അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കണപ്പാ. ഞങ്ങളുടെ വിധവമാരായ അമ്മമാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. അവർക്ക് ദൈവം തുണയാകണമേ അപ്പാ. അവർ തനിച്ചാണെങ്കിൽ പോലും ദൈവത്തിന്റെ ആശ്രയം, സഹായവും അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ. യാതൊരു സങ്കടങ്ങളോ പ്രയാസങ്ങളോ വേദനകളോ ഒന്നും തോന്നാതെ, തനിച്ചാണെന്നുള്ളൊരു തോന്നലുണ്ടാകാതെ വണ്ണം അവരെ കൂടെ ഉണ്ടായി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണപ്പാ. ഇവിടെ കുഞ്ഞുങ്ങളില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കുഞ്ഞുങ്ങളെ നമ്മൾക്ക് ആവശ്യമാണല്ലോ അപ്പാ. അതിനുവേണ്ടി പല ദിവസങ്ങളിലപ്പാ ഞങ്ങൾ അങ്ങോട്ട് പറയുകയാണപ്പാ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തക്ക സമയത്ത് ഒരു പൈതലിനെ നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഭവനമില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാഹനമില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം, പല പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം അപ്പാ ഞങ്ങൾക്ക് ഇതൊന്നും ലഭിക്കാത്തത്. പക്ഷെ ഒരു തക്ക സമയത്ത് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾക്ക് സാധിക്കും അപ്പാ. അത് തന്ന് അനുഗ്രഹിക്കണമേ അപ്പാ. അനുഗ്രഹിക്കണമേ അപ്പാ. ഞങ്ങളുടെ ഈ ഹൈദരാബാദ് ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങൾ പലയിടത്തായിരുന്നു. ഞങ്ങൾക്ക് ഈ ഹൈദരാബാദ് വന്ന് ഒരുമിച്ച് ഇങ്ങനെ ഒരു ദേവാലയത്തിലായി തീരുവാനും അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഒക്കെ ഒരുക്കി തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പാ. ഈ ദേശത്തെ അനുഗ്രഹിക്കണമേപ്പാ. ഞങ്ങളുടെ കേരള ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ അവിടെയാണല്ലോ. ഞങ്ങളുടെ ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം അവിടെ ഉണ്ടല്ലോ അപ്പാ. അവരെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണപ്പാ. പല ദേശങ്ങളിലും ദൈവത്തെ ആരാധിക്കുവാനൊന്നും ഞങ്ങൾക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് ഇവിടെ ഇല്ലപ്പാ. അങ്ങേ ആരാധിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ടപ്പാ. അത് ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനെ സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങളുടെ വിദേശത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. അവർക്ക് മാതാപിതാക്കളും ആരും കൂടെ ഇല്ല. പക്ഷെ യാതൊരുവിധ വഴിതെറ്റി പോകാനോ ദൈവത്തെ മറന്ന് ജീവിക്കാനോ ഒന്നും ഇടവരുത്താതെ അവർ പഠിക്കാൻ പോയത് പഠിച്ച് നല്ല മാർക്കോടെ വിജയിച്ച് നല്ലൊരു ഭാവി കണ്ടെത്തുവാൻ അവരെ സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണപ്പാ. ഞങ്ങളുടെ പല ജോലികൾ ചെയ്യുന്ന ഓരോരുത്തരെയും ഞങ്ങൾ പേരായി ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങൾ IT ഫീൽഡ് ജോലി ചെയ്യുന്നവരുണ്ടപ്പാ. അതല്ലാതെ മറ്റ് ഹാർഡ് വർക്ക് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരുണ്ട്. ഡെയിലി വേജസ് ജോലി ചെയ്യുന്നവരുണ്ട്. ബാങ്കിങ് ഫീൽഡ് ജോലി ചെയ്യുന്നവരുണ്ട്. മാർക്കറ്റിംഗ് ഫീൽഡ് ജോലി ചെയ്യുന്നവരുണ്ട്. നേഴ്സിംഗ് ഫീൽഡും ഹോസ്പിറ്റൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർ,
സ്കൂളിലെ ടീച്ചർമാർ, മറ്റു പല പല ഓഫീസ് വർക്ക്, ഓരോ വ്യക്തികളെയും ഞങ്ങൾ പേരുപേരായി ഓർത്ത് പ്രാർത്ഥിക്കണപ്പാ. എല്ലാ ജോലിയിലും കൂടെ ഉണ്ടായിരിക്കണം അപ്പാ. നമുക്ക് ജോലി ഒന്നും നഷ്ടപ്പെടരുത്. നമുക്ക് ജീവിക്കണമെങ്കിൽ ജോലി വേണം, സാമ്പത്തികം വേണം അപ്പാ. ജോലിയിൽ യാതൊരുവിധ പ്രതിസന്ധികളോ ഒന്നും കടന്നു വരാതെ വേണം കാത്തുകൊള്ളണേപ്പാ. പ്രത്യേകിച്ച് IT മേഖലകളിലും മാർക്കറ്റിംഗ് മേഖലകളിലൊക്കെ നടന്നു വരുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജോലിയൊന്നും നഷ്ടപ്പെടുത്തരുതപ്പാ. ആരുടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ വേറൊരു ജോലി ലഭിക്കുവാൻ തക്കവണ്ണം അവരെ ഒരുക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണപ്പാ. അതുപോലെ ബിസിനസ് ചെയ്യുന്നവരുണ്ടപ്പാ, അവരുടെ ബിസിനസ്സിലും കൂടെ ഉണ്ടായിരിക്കണപ്പാ. നഷ്ടമൊന്നും വരാതെ വണ്ണം ലാഭത്തിൽ പോകുവാൻ തക്കവണ്ണം അവരുടെ ബിസിനസ്സിനെ ഒരുക്കണമേപ്പാ. അതുപോലെ ഞങ്ങളുടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭവനങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണപ്പാ. നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ സാമ്പത്തികം വേണം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ തക്കവണ്ണം അവരെല്ലാം ഒരുക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണപ്പാ. ഞങ്ങളുടെ സഭയുടെ കൂട്ടായ്മ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങൾ വളരെ കുറച്ച് പേര് മാത്രമുള്ള ഒരു സഭയാണപ്പാ. പരസ്പര സ്നേഹത്തോടെ ഐക്യത്തോടെ പല ഗ്രൂപ്പുകളായിട്ട് തിരിയാതെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കൈകോർക്കുവാൻ തക്കവണ്ണം ഞായറാഴ്ച വരുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു കുടുംബമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണം എന്ന് പ്രാർത്ഥിക്കണപ്പാ. ലോകമെമ്പാടുള്ള എല്ലാ CSI സഭയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണപ്പാ. ഓരോ സഭയും ആ സഭയിലുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ തക്കവണ്ണം സഭകളെല്ലാം ഒരുക്കണം. അതിന് നേതൃത്വം നൽകുന്ന എല്ലാ അച്ഛന്മാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണപ്പാ. ഞങ്ങളുടെ ബിഷപ്പുമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ മഹാ ഇടവകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണപ്പാ. ഓരോ മഹാ ഇടവകയും നയിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ബിഷപ്പുമാരെ ഒരുക്കണമേ. അവർക്ക് അതിനുള്ള എല്ലാ കഴിവും കൃപയും കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭരണാധികാരികളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണപ്പാ. രാജ്യത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുവാൻ തക്കവണ്ണം അവരെല്ലാം ഒരുക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണപ്പാ. പ്രത്യേകിച്ച് ഒരു യുദ്ധസമാന്തരമായ ഒരു രീതിയാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റിലൊക്കെ. അപ്പൊ അതുമൂലം ഞങ്ങൾക്ക് പല പല പ്രയാസങ്ങൾ മുന്നോട്ട് കടന്നു വരാപ്പാ. ട്രാൻസ്പോർട്ടേഷന്റെ ബുദ്ധിമുട്ടുകൾ വരാപ്പാ. പല പല സാധനങ്ങൾ ലഭിക്കാതെ വരാപ്പാ. അതൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് ഞങ്ങളെ കടന്നു വരുത്താതെ ഇതെല്ലാം സമാധാനപരമായി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. അച്ഛൻ പറഞ്ഞ ഓരോ കാര്യങ്ങളെ ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണപ്പാ. എല്ലാ പ്രാർത്ഥനയും കേൾക്കണമേ. വെറുതെ ഒരു പ്രാർത്ഥന പറഞ്ഞു പോകുന്നതല്ലപ്പാ. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ഞങ്ങൾക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമാണ് മറുവശത്തുള്ളതെന്ന് ഞങ്ങൾ അറിയുന്നപ്പാ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അപ്പാ. നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് ആവശ്യമുള്ളതാണപ്പാ. അതെല്ലാം ഞങ്ങൾക്ക് അങ്ങ് സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കണപ്പാ. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. യാതൊരുവിധ പ്രശ്നങ്ങളോ പ്രതിബന്ധങ്ങളോ ഒന്നും വരാതെ വണ്ണം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളടുത്ത ഞായറാഴ്ച കടന്നു വരുന്നിടം വരെ എൻ്റെ യേശുപ്പച്ചൻ്റെ കൃപയും കരുണയും കാവലും ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ, പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ചയിൽ പതിവ് പോലെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുവാനിടയായത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന വളരെയധികം ആവശ്യമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ലോകം, പ്രത്യേകിച്ച് നമ്മുടെ ഈ മേഖല കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ നോമ്പ് നാളുകളിൽ സഭയായി കൂടുതൽ സമയം പ്രാർത്ഥനയിലായിരിക്കാനും നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ പ്രാർത്ഥനയിൽ സമർപ്പിക്കുവാനും ദൈവം നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. Ephesians chapter 2 verse 4 to 8.
കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് രണ്ട് വിധത്തിലുള്ള ജീവിതങ്ങളെ കുറിച്ച് പറയുന്നു. പ്രത്യേകിച്ച് എഫെസ്യ സഭയുടെ പശ്ചാത്തലത്തിൽ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിലുള്ള ജീവിതത്തെക്കുറിച്ചും അതല്ലെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട പുനരുത്ഥാനം ചെയ്യപ്പെട്ട ജീവിതത്തെക്കുറിച്ചും മരിച്ച അതിക്രമങ്ങളാൽ മരിച്ച ജീവിതത്തെക്കുറിച്ചും പറയുന്നു. അതായത് പാപത്തിന് വിധേയപ്പെട്ട് മരിച്ച ജീവിതത്തെക്കുറിച്ചും വിശ്വാസത്താൽ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ജീവിതത്തെക്കുറിച്ചും പൗലോസ് പറയുന്നു. രണ്ട് വ്യത്യസ്ത ജീവിതങ്ങൾ. സഭയെ പൗലോസ് അപ്പോസ്തലൻ കാണുന്നത് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ജീവിതമായിട്ടാണ്. ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. നമ്മുടെ അകൃത്യങ്ങളും നമ്മുടെ പാപങ്ങളാലും നമ്മൾ മരിക്കും. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അതിക്രമങ്ങളാൽ മരിച്ചാൽ പോലും ക്രിസ്തുയേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അപ്പൊ രണ്ട് തരത്തിലുള്ള ജീവിതത്തെ കുറിച്ചുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ്. രണ്ട് തരത്തിലുള്ള ജീവിതങ്ങളെ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ട് ആ രണ്ട് ജീവിതങ്ങളുടെ സവിശേഷതകളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. വൺ is a pre-faith life, a life without Christ. The other one is life in Christ. ഒന്ന് ക്രിസ്തുവില്ലാതെയുള്ള ജീവിതം, മറ്റൊന്ന് ക്രിസ്തുവിലുള്ള ജീവിതം. ക്രിസ്തുവിലുള്ള ജീവിതത്തെ കുറിച്ച് പൗലോസ് വളരെ മനോഹരമായ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. അത് 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യമാണ്. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭ. സഭയെക്കുറിച്ച് പറയുന്നത് എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്ന അവന്റെ നിറവായിരിക്കുന്ന സഭ. സഭയെക്കുറിച്ച് പറയുന്നത് എന്താണ്? ചർച്ച് ഈസ് ദി എംബോഡിമെന്റ് ഓഫ് ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. സഭയുടെ നിറവ് എന്തില? ക്രിസ്തുവിന്റെ നിറവ്. ഇതൊരു ഭയങ്കര എന്താണ്, പകരം വയ്ക്കാനാവാത്ത ഒരു വലിയ പ്രയോഗവുമാണ്, പ്രതീകവുമാണ്. നമ്മുടെ സഭയ്ക്ക് ഇന്ന് എല്ലാം ഉണ്ട്. സഭയ്ക്ക് എന്താണ് ഇല്ലാത്തത്? സഭയ്ക്ക് മനോഹരമായ ദേവാലയങ്ങളുണ്ട്. നമ്മുടെ ആരാധനകളിലൊക്കെ ജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. മെമ്പേഴ്സ് ആർ ഇൻക്രീസിങ്, ആർ മോർ. ചർച്ച് ഈസ് വെൽത്തി. സഭ സമ്പന്നമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവുടമ ആരാന്ന് ചോദിച്ചാൽ സർക്കാർ കഴിഞ്ഞാൽ പിന്നെ ക്രൈസ്തവ സഭയാണെന്നാ പറയും. അത്രത്തോളം ഭൂസമ്പത്ത് നമുക്കുണ്ട്. മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭാരതത്തിലെ എല്ലാ നഗരങ്ങളിലും സർക്കാരിനുള്ളതിനേക്കാൾ ഭൂമി അതിന്റെ ഏറ്റവും പ്രൈമായിട്ടുള്ള ഇടങ്ങളിൽ സഭയ്ക്കുണ്ട്. സോ ചർച്ച് ഈസ് വെൽത്തി. അത് മാത്രമല്ല, സഭയ്ക്ക് സ്ഥാപനങ്ങളുണ്ട്. എന്താണ് സഭയ്ക്കില്ലാത്തത്? കോടതിയും പാർലമെന്റും നിയമസഭയും ഒഴിച്ച് ബാക്കിയെല്ലാം
പൊതുവായിട്ടുള്ള എല്ലാം നമുക്കുണ്ട് അല്ലെ. റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും ഒന്നുമില്ല. നമുക്ക് നല്ല ഹോസ്പിറ്റൽസ് ഉണ്ട്, കോളേജസ് ഉണ്ട്, സ്കൂൾസ് ഉണ്ട്, IIT-കൾക്ക് സമാനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സോ വി ആർ സോ പവർഫുൾ വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പക്ഷെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് യഥാർത്ഥ നിറം എന്താണ്? ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള നിറം. പലപ്പോഴും ഞാൻ മേൽ പറഞ്ഞ പല കാര്യങ്ങളാലും നമ്മുടെ സഭ നിറയുമ്പോൾ ഈ നിറവുകളൊക്കെ വരുന്നത്, ലോകപ്രകാരമുള്ള ഫുൾനെസ് വരുന്നത് ക്രിസ്തു ചെറുതായി പോകുന്ന ഇടത്താണ്. ക്രിസ്തുവിനെ എടുത്തു മാറ്റിയിട്ടാണ്, ക്രിസ്തുവിന്റെ സ്ഥാനം കുറച്ചിട്ടാണ്, ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾക്കും മൂല്യങ്ങൾക്കും ഒക്കെ നമ്മൾ അതിനെയൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടാണ്, അതിനോടൊക്കെ നീക്കുപോക്കുകൾ വരുത്തിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ വലിയ സ്വാധീനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. സഭയെക്കുറിച്ച് പൗലോസ് നമുക്ക് ഏറ്റവും വലിയ ഇമാജിനേഷൻ ആണ്. എന്താണ്? ചർച്ച് ആസ് ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ നിറവ്, ക്രിസ്തു നിറയുന്ന സഭ, ക്രിസ്തുവിന്റെ സ്നേഹം നിറയുന്ന സഭ, ക്രിസ്തുവിന്റെ മനോഭാവത്താൽ നിറയപ്പെടുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ. ആ സഭ എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് പൗലോസ് തുടർന്നുള്ള 2-ാം അധ്യായത്തില് പറയുന്നത്. ഞാൻ ഇപ്പോ പറഞ്ഞ വാക്യം 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമാണ്, 23-ാമത്തെ വാക്യം. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭ, ചർച്ച് as the embodiment of fullness of Christ. ഇനി പൗലോസ് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ what is the features of the dead life and the resurrected life. മരിച്ച മൃതമായ ജീവിതത്തിന്റെ പ്രത്യേകത, പുനരുത്ഥാനം ചെയ്ത ഉയർത്തെഴുന്നേറ്റ ജീവിതത്തിന്റെ പ്രത്യേകത. പൗലോസ് ഒരു കോൺട്രഡിക്ഷൻ എഫെസ്യ സഭയുടെ മുൻപിൽ വയ്ക്കുകയാണ്. എന്താണ് ആദ്യത്തെ പ്രശ്നം? എ ലൈഫ് വിതൗട്ട് ഫെയ്ത്ത്, എ ലൈഫ് ഇൻ ഫെയ്ത്ത്. വിശ്വാസമില്ലാതെയുള്ള ജീവിതം, ക്രിസ്തുവിനെ അറിയാതെയുള്ള ജീവിതം, ക്രിസ്തുവിനോടൊപ്പം അല്ലാതെയുള്ള ജീവിതം, ക്രിസ്തുവിനോട് വിശ്വാസത്തോടു കൂടെയുള്ള ജീവിതം, അതിന്റെ സവിശേഷത പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞാൻ വളരെ വേഗം ഒന്ന് സൂചിപ്പിച്ച് കടന്നു പോകാം. എന്താണ് ക്രിസ്തുവില്ലാതെയുള്ള ജീവിതം? എന്താണ്? അതിക്രമങ്ങളുടെയും പാപങ്ങളുടെയും ജീവിതമാണ്. ഇറ്റ്സ് എ ലൈഫ് ഓഫ് ട്രാൻസ്ഗ്രഷൻസ് ആൻഡ് സിൻസ്. നോമ്പിന്റെ നാളുകള് യഥാർത്ഥത്തില് നമ്മുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും തിരിച്ചറിയാനുള്ള ജീവിതം. അബ്സല്യൂട്ട് ഹൗസ്, ക്രമരാഹിത്യമാണ്. അല്ല, ദൈവത്തിന്റെ വചനങ്ങളെ തിരസ്കരിക്കുന്നവരുടെ ജീവിതം. താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ യു ആർ എ ചിൽഡ്രൻ ഓഫ് ഡിസൊബീഡിയൻസ്, അനുസരണക്കേടിന്റെ മക്കൾ. 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത് യേശു കർത്താവ്, പൗലോസ് അപ്പോസ്തലൻ. അതായത് അതിക്രമങ്ങളാലും പാപങ്ങളാലുമുള്ള ജീവിതത്തെ കുറിച്ചുള്ള ഒരുപാട് വിശേഷണങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതിൽ 2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ യു ആർ ദ ചിൽഡ്രൻ ഓഫ് ഡിസൊബീഡിയൻസ്, നിങ്ങൾ അനുസരണക്കേടിന്റെ മക്കളാണ്. അനുസരണക്കേടാണ് നമ്മളുടെ അപ്പൻ എന്നാ പറയുക. അനുസരണക്കേടിന്റെ മക്കൾ. ബിക്കോസ് വി ഡിസൊബേ ദ വേർഡ് ഓഫ് ഗോഡ്, വി ഡോണ്ട് ഹീഡ് ആൻഡ് ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്. ഒന്നാമത്തെ പ്രോബ്ലം അതാണ്. ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വൈ വി ആർ നോട്ട് ഒബേയിങ് ദ വേർഡ് ഓഫ് ഗോഡ്. രണ്ടാമത് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ കോപത്തിന്റെ മക്കളാണ്. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു. 2-ാമത്തെ വാക്യത്തിൽ അനുസരണക്കേടിന്റെ മക്കൾ എന്ന് പറയുന്ന 2-ാമത്തെ വാക്യത്തിൽ, ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും. സി, ചിൽഡ്രൻ ഓഫ് ഡിസൊബീഡിയൻസ്, ചിൽഡ്രൻ ഓഫ് റാത്ത്, കോപത്തിന്റെ മക്കളാണ് അല്ലെ. റാത്ത്, കോപം, ദേഷ്യം, അതിന് ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ട്. സോഷ്യോളജിക്കൽ കോൺസിക്വൻസസ് ഉണ്ട്, ഇൻഡിവിജ്വൽ കോൺസിക്വൻസസ് ഉണ്ട്,
പൊളിറ്റിക്കൽ ആൻഡ് ഗ്ലോബൽ കോൺസിക്വൻസസ് ഉണ്ട് അല്ലെ. ദേഷ്യം, അത് രാജ്യങ്ങൾ തമ്മിലും യുദ്ധങ്ങൾക്ക് കാരണമാകുന്നത് ഇതാണ്. രാജ്യത്തിനകത്ത് വിശ്വാസങ്ങൾ തമ്മിൽ, സംസ്കാരങ്ങൾ തമ്മിൽ, സമൂഹങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക്, കൊലപാതകങ്ങൾക്ക്, രക്തച്ചൊരിച്ചിലുകൾക്കൊക്കെ കാരണമാകുന്നത് ഈ ഒരു റാത്താണ്. റാത്ത്. ഇറ്റ്സ് നോട്ട് സിംപ്ലി ആങ്കർ. ചിൽഡ്രൻ ഓഫ് റാത്ത് എന്ന് പറഞ്ഞാൽ അൺബ്രിഡിൽഡ് ആങ്കർ, നമുക്ക് നിയന്ത്രിക്കാനാവാത്ത ദേഷ്യം. ദേഷ്യം കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാനാകാത്ത വിധം നമ്മുടെ പ്രവർത്തനങ്ങൾ മാറിപ്പോകുന്ന ഒരു സാഹചര്യം. സോ ഒന്നാമത് പറയുന്നത് ഇറ്റ് ഇസ് എ ലൈഫ് ഓഫ് disobedience. Sorry, it's a life of transgressions and sins. രണ്ടാമത് പറയുന്നത് ഇറ്റ് ഈസ് എ ലൈഫ് ആസ് ദ ചിൽഡ്രൻ ഓഫ് റാത്ത്, ലൈക്ക് കോപത്തിന്റെ മക്കളായിട്ടുള്ള ജീവിതം. മൂന്നാമത് പറയുന്നത് അനുസരണക്കേടിന്റെ മക്കളായിട്ടുള്ള ജീവിതം. We are, taking pride in being disobedient. So, നാലാമത് പറയുന്നത് നിങ്ങൾ ലോകപ്രകാരം ജീവിക്കുക, ലിവിങ് ഇൻ ദ കോഴ്സ് ഓഫ് ദ വേൾഡ്, ഒബേയിങ് ദ പവേഴ്സ് ഓഫ് ദി എയർ. അതാ പറയുന്നത്. ആകാശത്തിലെ അധികാരത്തിനും അല്ലെ, അങ്ങനെ നമ്മളിങ്ങനെ അത്തരത്തിൽ ജീവിക്കുന്നവരുണ്ട്. നക്ഷത്രം നോക്കുന്നവരെന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്തരത്തിൽ പറയാം. മറ്റധികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നു. ദൈവത്തിന്റെ അധികാരത്തെ നിന്ന് മാറി മറ്റ് അധികാരങ്ങൾക്ക്, ആകാശത്തിന്റെ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നവർ. പിന്നീട് പറയുന്നത് ജഡമോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവർ, ഫുൾഫില്ലിംഗ് ദ ഡിസയേഴ്സ് ഓഫ് ഫ്ലഷ് ആൻഡ് മൈൻഡ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ ഉള്ള പല സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള വിശ്വാസരഹിതമായ, ക്രിസ്തുവില്ലാത്ത ജീവിതങ്ങളായി മാറാറുണ്ട്. Though we say we are Christians, we believe in Christ. നമ്മൾ ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിനുള്ളവരാണ്, ക്രിസ്തുവിനോടൊപ്പമുള്ളവരാണ്, ക്രിസ്തുവിനോട് കൂടെയുള്ളവരാണെന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ നമ്മൾ പാപത്തിന് മരിച്ച ഒരു ജീവിതം ജീവിക്കുന്നവരാണ്. We are living a life, a dead life, undynamic, inactive, stagnant life. ഒട്ടും സജീവമല്ലാത്ത, സചേതനമല്ലാത്ത ഒരു മൃതജീവിതം നയിക്കുന്നവരാണ് പലപ്പോഴും. ഇറ്റ്സ് നോട്ട് ദാറ്റ് they are not active, they are active in a destructive way. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ അനുസരിക്കാതെ മറ്റുള്ളതിനെയൊക്കെ അനുസരിച്ചും നമ്മുടെ ജഡത്തിന്റെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും മോഹങ്ങൾക്കും ഒക്കെ കീഴ്പ്പെട്ട് ജീവിച്ചും കോപത്തിന്റെയും അനുസരണക്കേടിന്റെയും ഒക്കെ മക്കളായി നമ്മൾ ജീവിക്കാൻ തയ്യാറാകുന്നത്. ഇറ്റ് ഈസ് എ ലൈഫ് which is so alien, which is so distant from the life, from the fullness of Christ. ഇനി പൗലോസ് ഇതിന്റെ ഒരു ബദലായിട്ടുള്ള, ഇതിന് എതിരായിട്ടുള്ള, ഇതിന് സമാന്തരമായിട്ടുള്ള മറ്റൊരു ജീവിതത്തെ കുറിച്ച് പറയുന്നു. ദാറ്റ് ഈസ് ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള പുതുക്കപ്പെട്ട പുതിയ ജീവിതത്തെ കുറിച്ച് പറയുന്നു. അതെന്താണ്? അതിന്റെ സമ്മറി എന്താണ്? ഇറ്റ് ഈസ് എ ലൈഫ് ഇൻ ഗ്രേസ്. അത് കൃപയാലുള്ള ജീവിതമാണ്, കൃപയിലുള്ള ജീവിതമാണ്. നോട്ട് ഇൻ റാത്ത്, കോപത്തിലുള്ള ജീവിതമല്ല, വെറുപ്പിലും വിദ്വേഷത്തിലുമുള്ള ജീവിതമല്ല, മറിച്ച് അത് ദൈവത്തിന്റെ കൃപയിലുള്ള. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ട് പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എഫേസ്യർ 2:8 വളരെ പ്രസിദ്ധമായ പൗലോസിന്റെ ഒരു വാക്യമാണ്. എ ലൈഫ് പ്യൂർലി based, focused on the grace of God. ദൈവത്തിന്റെ കൃപയിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതം. Not on wrath, not on disobedience, not according to the interest of the flesh. ജഡത്തിന്റെയും മറ്റ് സമ്മർദ്ദങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമല്ല, മറിച്ച് അത് ദൈവത്തിന്റെ കൃപയിലുള്ള ജീവിതമാണ്. നമ്മളുടെ പുതുക്കത്തിന്, നമ്മുടെ വീണ്ടെടുപ്പിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അതാണ്.
അത് ന്യായപ്രമാണങ്ങളോ നിയമങ്ങളോ അല്ല. ഇറ്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു ദ ലോ, നോട്ട് അക്കോർഡിംഗ് ടു ദ വർക്ക്സ്. താഴോട്ട് പറയുന്നുണ്ട്, പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല, മറിച്ച് ദൈവത്തിന്റെ ദാനമാണ്. ഗ്രേസ് ഈസ് പ്യൂർലി ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, നോട്ട് ഓൺ അവർ വർക്ക്സ്. നമ്മളുടെ കർമ്മങ്ങളോ നമ്മുടെ പ്രവർത്തനങ്ങളോ നമ്മൾ ചെയ്യുന്നതോ അല്ല. ഇറ്റ് ഈസ് പ്യൂർലി ഷിയർലി ദി ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഒന്നാമത്തെ ചിന്ത അതാണ്, ദൈവത്തിന്റെ കൃപയിലുള്ള ജീവിതം. നമ്മുടെ വീണ്ടെടുപ്പിന്, നമ്മുടെ രക്ഷയ്ക്ക്, നമ്മുടെ സൗഖ്യത്തിന്, നമ്മുടെ വിടുതലിന് അടിസ്ഥാനമായി പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ആ ദൈവത്തിന്റെ കൃപ സൗജന്യമാണ്, അത് ദൈവത്തിന്റെ ദാനമാണ്. അതിനുള്ള ഏക വ്യവസ്ഥയായി പറയുന്നത് ഇറ്റ് ഈസ് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കും. സോ വിശ്വാസമാണ് അതിനുള്ള ക്രൈറ്റീരിയ. ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നത്, ദൈവത്തിന്റെ വിടുതൽ അനുഭവിക്കുന്നത്, ദൈവത്തിന്റെ നന്മ അനുഭവിക്കുന്നതിന് പൗലോസ് പറയുന്ന ഏക വ്യവസ്ഥ ബിലീവ് ഇൻ ഗോഡ്, ബിലീവ് ഇൻ ക്രൈസ്റ്റ്. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് അത് പറയുന്നത്, ക്രിസ്തുവിൽ വിശ്വസിക്കും. ലോകത്തിന്റെ മഹിമകളിലും ലോകത്തിന്റെ ആഡംബരങ്ങളിലും ശക്തികളിലും അധികാരങ്ങളിലുമല്ല, ക്രിസ്തുവിൽ, ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മൾക്ക് രക്ഷയും നമുക്ക് വീണ്ടെടുപ്പും നമുക്ക് സൗഖ്യവും സമാധാനവും ലഭ്യമാകുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ്. ആൻഡ് ദിസ് സാൽവേഷൻ, ഈ ഒരു രക്ഷ, ഈ വീണ്ടെടുപ്പ്, ഈ സൗഖ്യം, സമാധാനം, അത് ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. നമ്മള് മത്സരിച്ച് പിടിച്ചെടുക്കുന്നതല്ല. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ടു ബി കോൺകേർഡ്. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ടു ബി ക്യാപ്ചേർഡ്. അത് കീഴടക്കാനുള്ളതല്ല. അത് ദൈവം, നമ്മുടെ വിശ്വാസത്തിന്റെ തെളിമയനുസരിച്ച് ദൈവം നമുക്ക് സൗജന്യമായി, ദാനമായി നൽകുന്നതാണ് ഈ രക്ഷ, ഈ വീണ്ടെടുപ്പ്, ഈ സൗഖ്യം, ഈ സമാധാനം. രണ്ടാമത്, ഇറ്റ് ഈസ് എ ലൈഫ് ഗ്ലോറിഫൈഡ് ഇൻ ക്രൈസ്റ്റ്. അത് ക്രിസ്തുവിൽ മഹത്വീകരിക്കപ്പെട്ട ഒരു ജീവിതം. ഇറ്റ് ഇസ് എ ഗ്ലോറിഫൈഡ് ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുകൂടെ മഹത്വീകരിക്കപ്പെട്ട ഒരു ജീവിതം. അതുകൊണ്ടാണ് ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തുകയും ഒരു മഹത്വീകരിക്കപ്പെട്ട ജീവിതം, ഒരു ഗ്ലോറിഫൈഡ് ലൈഫ്, എ ഗ്ലോറിഫൈഡ് ലൈഫ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടൊപ്പമുള്ള മഹത്വീകരിക്കപ്പെട്ട ജീവിതം. പൗലോസ് കർത്താവ് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകും. ഞാൻ ഒരുക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയുമാണ് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇറ്റ് ഇസ് എ ലൈഫ് ദാറ്റ് വി ഷെയർ വിത്ത് ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്. മഹത്വീകരിക്കപ്പെട്ട, പുനരുത്ഥാനം ചെയ്ത് ജീവിക്കുന്ന ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു ജീവിതമാണ് സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ മുൻപോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് ഒരു മരിച്ച ജീവിതമല്ല, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ജീവിതമല്ല, കോപത്തിന്റെ മക്കളായിട്ടുള്ള ജീവിതമല്ല, അനുസരണക്കേടിന്റെ മക്കളായിട്ടുള്ള ജീവിതമല്ല, ലോകത്തിന്റെ മോഹങ്ങൾക്ക്, പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ട് ദൈവപ്രസാദം നഷ്ടപ്പെട്ട ഒരു ജീവിതമല്ല, മറിച്ച് ക്രിസ്തുവിനോടുകൂടെ പുനരുത്ഥാനം ചെയ്യപ്പെട്ട, ഉയർപ്പിക്കപ്പെട്ട, മഹത്വീകരിക്കപ്പെട്ട ഒരു ജീവിതം. ആ ജീവിതം ദൈവം നമുക്ക് സൗജന്യമായി, ദാനമായി, തന്റെ കൃപയാൽ നൽകുന്നു. അതിനുള്ള ഏക കണ്ടീഷൻ, നമ്മളിൽ നിന്ന് വ്യവസ്ഥ, നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വാസമാണ്. ബിലീവ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വിശ്വസിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും സംടൈംസ് അവർ അൺഫെയ്ത്ത്, മേ ബി ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം നമ്മളെ ആശങ്കപ്പെടുത്തും, ദുർബലപ്പെടുത്തും, നമ്മളെ അസ്ഥിരപ്പെടുത്തും. എന്നാൽ ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസം, നമ്മൾ നേരിടുന്ന ഏത് ജീവിത പ്രശ്നമാണെങ്കിലും ഏത് പ്രതികൂലമാണെങ്കിലും അതിലൊക്കെ ദൈവം പ്രവർത്തിക്കാൻ മതിയായവനാണ്, ശക്തനാണ് എന്ന തിരിച്ചറിവ്, ഒരു ധൈര്യം നമുക്ക് നൽകും. അതുകൊണ്ട് കൃപയാലല്ലോ
നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ വിശ്വാസമാണ് ദൈവത്തിന്റെ കൃപയിലേക്കുള്ള ഏക വഴി, ഏക വാതിൽ. ആ കൃപയാണ്, ദൈവത്തിന്റെ കൃപയാണ് എൻ്റെ ജീവിതത്തിന് സൗഖ്യവും ആശ്വാസവും വീണ്ടെടുപ്പും സമാധാനവും അനുഗ്രഹവും നൽകുന്നത്. പൗലോസിനെ പോലെ അങ്ങനെയുള്ള ഒരു സഭയായി തീരുവാൻ, മൃതമായ ചലനമില്ലാത്ത ഒരു സഭയല്ല, മറിച്ച് കർത്താവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിലുള്ള പുതിയ സഭയായി, പുതുക്കപ്പെട്ട സഭയായി, കൃപയാൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസമുള്ള സഭയായി, സമൂഹമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നു. കൃപയുടെ കൂടാരങ്ങളായി ഞങ്ങളുടെ സഭകൾ രൂപാന്തരപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസമുള്ളവരായിരിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അധൈര്യപ്പെട്ടു പോകാതെ, ബലഹീനരായി പോകാതെ, വിശ്വാസം കൈവിട്ട് കളയാതെ, ദൈവസന്നിധിയിൽ എനിക്ക് വീണ്ടെടുപ്പുണ്ട്, ദൈവകൃപയാൽ എനിക്ക് വിമോചനമുണ്ട്, സൗഖ്യമുണ്ട്, സമാധാനമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ, എന്ന് വിശ്വസിപ്പാൻ, ഈ ദൈവം എന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവമാകുന്നവൻ ഞങ്ങളുടെ ജീവപര്യന്തം വഴി നടത്തും എന്ന് വിശ്വസിപ്പാൻ കർത്താവേ, സഭയായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ, പ്രയാസങ്ങളിൽ, രോഗങ്ങളിൽ, ദുഃഖങ്ങളിൽ, പ്രതിബന്ധങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഇടയാക്കണമേ. പൗലോസിനെ പോലെ, കർത്താവെ, പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ നിറവുള്ള സഭകളായി തീരുവാൻ, ക്രിസ്തുവിന്റെ നിറവുള്ള ജീവിതങ്ങളായി തീരുവാൻ പിതാവേ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് വിവിധ ആവശ്യങ്ങളുമായിട്ട് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന പ്രിയ മക്കളെ അവിടുത്തെ കരങ്ങളിലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന് സൗഖ്യം നൽകണമേ. ഹൃദയം തകർന്നിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. പലവിധമായ ജീവിത ഭാരങ്ങളാൽ പ്രയാസപ്പെടുന്നവർക്ക് കർത്താവെ, പ്രതിവിധി അവിടുന്ന് ഒരുക്കണമേ. അടഞ്ഞ വഴികളെ അവിടുത്തെ കൃപയാൽ അവർക്ക് തുറന്നു കൊടുക്കണമേ. പുതുവഴികളെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ തുറന്നു കൊടുക്കണമേ. അവരിൽ നിന്നിൽ സന്തോഷിപ്പാൻ, നിന്നിൽ ആനന്ദിപ്പാൻ, നിന്നെ സ്തുതിപ്പാൻ, നിന്നെ ആരാധിപ്പാൻ അവിടുന്ന് ഇടയാക്കണം. ഇടയങ്ങളുടെ കുറവുകളും ബലഹീനതകളും ഒക്കെ പൊറുക്കണമേ. തിരുകൃപയിൽ സൂക്ഷിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകും. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, വിട്ടുപോയ എല്ലാ വിഷയങ്ങളും, നമ്മുടെ എല്ലാ ജീവിത ആവശ്യങ്ങളോടും ഇപ്പോഴും എന്നേക്കും വസിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ഓൺലൈൻ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ റിജിത്തിനോടും സങ്കീർത്തനം വായിച്ച് സഹായിച്ച ജസ്സിയ മാമയോടും, അതുപോലെ പ്രാർത്ഥനയിൽ നമ്മെ എല്ലാവരെയും വഹിച്ച് നമ്മളെ നയിച്ച മിഥുനോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ചയും രാവിലെ 10 മണിക്ക് പതിവ് പോലെ പ്രാർത്ഥന ഉണ്ടായിരിക്കും. അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് പാട്ടുപാടാൻ ഒരാൾ പാട്ടുപാടാൻ ഞാൻ പാടാൻ. രശ്മി. താങ്ക് യു. സങ്കീർത്തനം 73, സാം 73. സാം 73. കേട്ടില്ല. അച്ഛാ, ഡയാന വായിക്കാം. ഡയാന, ഓക്കെ. ഡയാന വായിക്കാം.
യെസ് താങ്ക് യു ഡയാന. പ്രാർത്ഥിക്കുന്നത് പ്രയർ. I'll pray, Acha. Rebecca. റെബേക്ക. ഓക്കെ, താങ്ക് യു റെബേക്ക ധോനി. Okay. താങ്ക് യു വെരി മച്ച്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ച വിമൻ സൺഡേ ആണല്ലോ, എല്ലാവരെയും പ്രതീക്ഷിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബുധനാഴ്ച വൈകുന്നേരം 7:30 മണിക്ക് നമ്മുടെ നോമ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനയും നടക്കുന്നുണ്ടല്ലോ. കഴിവുള്ളിടത്തോളം ആളുകൾ അതിലും പങ്കെടുക്കുന്നത് സന്തോഷമായിരിക്കും. ദൈവം എല്ലാവരെയും നടത്തട്ടെ. താങ്ക് യു. ഹാവ് എ ബ്ലെസ്ഡ് വീക്കെൻഡ്. Thank you, Acha. Thank you, Acha.